എക്സ്പെഡിഷൻ അത് പുള്ളിയുടെ വീഡിയോസ് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ അത് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ ഈ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കണ്ട് പുള്ളി അതിനകത്ത് കുക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇങ്ങനെ കിടന്നു പോകുന്ന ഒരിത്, പിന്നെ ഈ സ്പിറ്റി, അതുപോലെ തന്നെ കുറേ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ പോയിട്ട് പുള്ളി ഈ വണ്ടിക്കകത്ത് തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഒരു വീടായിരുന്നു പുള്ളിയുടെ. നമുക്ക് ലിഫ്റ്റ് ചെയ്യാം, ടെന്റ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ മേളില്. ഓക്കെ, അപ്പൊ അതിന് കുഴപ്പമൊന്നും വരത്തില്ല? ഇല്ല ഇല്ല ഇല്ല, ഉറങ്ങാം. അതായത് ഈ വണ്ടിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് വരുന്ന കുറെ പാർട്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ എവിടെയെങ്കിലും ലോങ് ഡ്രൈവ് ഒക്കെ പോവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി മതി. നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. ഇന്ന് നമ്മൾ ടഡയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നേക്കുന്നത്. ഇന്ന് മാരുതിയുടെ ഏറ്റവും പുതിയ ജിംനിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആളുടെ പേര് റെമിൻ എന്നാണ്. അപ്പം അദ്ദേഹം ആ വണ്ടി എടുക്കാനുള്ള കാര്യവും ആൾക്ക് 1-2 മാരുതി കാർസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ജിംനിയോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാര്യം ഒക്കെയാണ് നമ്മളിത് ചോദിക്കുന്നത്. സോ റെമിൻ ബ്രോ, ഇന്ന് നമ്മൾ ജിംനിയെ കീറി മുറിക്കാൻ വേണ്ടി പോവാണ്. കീറി മുറിക്കാനൊന്നും പറ്റില്ല, പുതിയ വണ്ടിയെ. അങ്ങനെയല്ല, നമ്മളിന്ന് മൊത്തം ഒരാൾ ഇന്ന് ജിംനി എടുക്കുന്നത് എന്തിനാണെന്നുള്ളത് ഉള്ള ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ബ്രോ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്ര ആളായി? ഈ വണ്ടി എടുത്തത് സെപ്റ്റംബർ 11 എടുത്തത്, അതായത് ഇപ്പോൾ ഒരു 1.5 മാസം. പിന്നെ എന്തുകൊണ്ട് ഒരു ജിംനി പോലത്തെ ഒരു വണ്ടി എടുത്തു ബ്രോ? എൻ്റെ സെക്കൻഡ് കാറാണ് ജിംനി, ഫസ്റ്റ് ഇഗ്നീസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ വണ്ടിയിലേക്ക് ബ്രോ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതെടുക്കാനുള്ള താല്പര്യം എന്തായിരുന്നു? കാരണം ഇത് ഗ്ലോബലി ഉള്ളൊരു വണ്ടിയാണ്. അതായത് ഇതിൻ്റെ 3 ഡോർ വെർഷൻ ഗ്ലോബലി എല്ലായിടത്തും ഉണ്ട്. അതായത് ഇതിൻ്റെ പാർട്ട് സപ്പോർട്ട് ഉണ്ട്. പിന്നെ അത് പോരാതെ തന്നെ കുറേ ഫോറങ്ങൾ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കുറേ ഇൻ്റർനാഷണൽ ഫോറങ്ങളുണ്ട്. അതിൽ ഓൾറെഡി ഇഷ്യൂസ് വന്നത് അതിൻ്റെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ അവരുടെതിനകത്ത് കാണും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാർട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എല്ലാ ടൈപ്പ് പാർട്സും നമ്മുടെ ഇന്ത്യയിൽ കുറേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതല്ലാതെ ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ യൂറോപ്പ്, അവിടെ ഇവിടെ എല്ലാം ഈ പാർട്സുകൾ അവൈലബിൾ ആണ്. ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും ശരി, അല്ലാത്ത ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലാത്ത പാർട്സുകൾ വേണമെങ്കിലും ശരി. ബ്രോ, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം നോർമലി ഒരു 10-17 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നെക്സോൺ അല്ലെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റുള്ള വെന്യൂ അങ്ങനത്തെ ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു ഫാമിലി മാനാണ്, അവർക്ക് ഫാമിലി ഒക്കെ വണ്ടിയായിട്ട് യാത്ര ചെയ്യണം, ഓക്കെ, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യണം, അങ്ങനത്തെ ഒരു പർപ്പസ് ഈ കാറിൽ നടക്കും. അങ്ങനത്തെ ഒരു പർപ്പസ് ഈ കാറിൽ ഇപ്പോൾ ഒരു ഫാമിലിയിൽ 2 കുട്ടികളും 2 മുതിർന്നവരും ആണെങ്കിൽ സുഖമായിട്ട് നടക്കും. ഇപ്പം കുട്ടികളല്ലെങ്കിൽ 2 മുതിർന്നവരാണേലും കുഴപ്പമില്ല, ടോട്ടൽ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. 5 പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബിൽട്ടായിട്ടുള്ള 5 പേർക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാക്കിലത്തെ സീറ്റ് ഇച്ചിരി ദേശം ഇടുങ്ങിയതാണ്. അന്നേരം ഒരു 2 പേർക്ക് സുഖമായിട്ട് എന്താണെങ്കിലും യാത്ര ചെയ്യാം ബാക്കിലത്തെ സീറ്റ്. ഞാൻ പറയുന്നത് കംഫർട്ടിനെ കുറിച്ചാണ്. ഒരു നോർമൽ നമ്മളിപ്പോൾ വെന്യൂ, നെക്സോൺ അങ്ങനത്തെ ഒരു വണ്ടിക്ക് തരാൻ പറ്റുന്നൊരു കംഫർട്ട് ജിംനിക്ക് തരാൻ പറ്റും ഉറപ്പായും. കാരണം ഇതിൻ്റെ നമ്മൾ ക്ഷീണിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളോ, ബോഡി റോളിങ് വളരെ കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു കാറ് പോകുന്ന അതേ സെയിം ഇതിൽ തന്നെ ഒരു ഓഫ് റോഡർ ആയിട്ട് പോലും അധികം ബോഡി റോൾ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ബ്രോ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒത്തിരി റിവ്യൂസൊക്കെ നോക്കിയിട്ടാണല്ലോ ഒരു കാർ എടുക്കുന്നത്. അപ്പം എടുത്തു കഴിഞ്ഞിട്ട് ഇത് മോശമായിപ്പോയി, അല്ലെങ്കിൽ നെഗറ്റീവായിപ്പോയി, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു, മാരുതി എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് കാര്യം പറഞ്ഞുതരാമോ? പിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പം ഇതൊരു പ്രോപ്പർ 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. കാരണം നമുക്ക് ചെറിയ ഗിയറുണ്ട്, 4 ഹൈ 4 ലോ, പിന്നെ 2 വീൽ ഡ്രൈവ് ഇത് ചെയ്യാം. പിന്നെ നമ്മൾ കമ്പയർ ചെയ്ത വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയല്ല. കാരണം അത് പ്രോപ്പറായിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടികളാണ്. ഓൾട്ടോ ചേട്ടൻ നമ്മുടെ വണ്ടി കണ്ട് നോക്കിയിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു തടസ്സം വന്നു. ബ്രോ പറഞ്ഞു, ഒത്തിരി ഫാൻസ് ഉണ്ട് ഈ വണ്ടിക്ക് എനിക്കറിയാം. നമ്മൾ നിർത്തിയത് എവിടെയെന്ന് വെച്ചാൽ നെക്സോൺ, അതെ, സെഗ്മെന്റ് വേറെ ആയിരുന്നു. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എന്താ പറയുന്നത്, 4 വീൽ ഡ്രൈവ് വണ്ടിയുടെ മൈലേജ്, കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SUVs പ്രോപ്പർ പക്ക ഓഫ് റോഡ് XUV എന്ന് പറയുമല്ലോ. അപ്പോൾ ഇതൊരു പക്ക ഓഫ് റോഡർ ആണോ ശരിക്കും പറഞ്ഞാൽ? ഇതൊരു പക്ക ഓഫ് റോഡറാണ്. നമ്മുടെ ബാക്കിയുള്ള വണ്ടികൾ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്ത വണ്ടികളെല്ലാം മോണോക്കോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ബിൽറ്റ്, അതായത് അതൊരു ബോഡി ഷെല്ലായിട്ടാണ് വരുന്നത്. ഇത് പ്രോപ്പറായിട്ട് ലാഡർ ഓൺ ഫ്രെയിം ഷാസി എന്ന് പറയും. അത് നമ്മൾ അടിയിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഡർ പോലെ ആയിരിക്കും അതിൻ്റെ ഷാസി വരുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ബോഡി ഉറപ്പിച്ചിരിക്കുകയാണ്. അന്നേരം ഇത് പ്രോപ്പറായിട്ടുള്ളൊരു SUV, അതായത് പ്രോപ്പറായിട്ടുള്ളൊരു SUVയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DNA എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാഡർ ഓൺ ഫ്രെയിം ഷാസി ആയിരിക്കണമെന്നുള്ളതാണ്. അതാണ് ഈ വണ്ടി. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല.
ഇപ്പം ഈ വണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ പർച്ചേസ് ചെയ്യുന്നത്. റിവ്യൂസ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ വണ്ടിയില്ല, എല്ലാം പുറത്ത് മാത്രമേ വണ്ടിയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കൂടെ അവർ ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. ഞാൻ ചോദിക്കുന്ന എല്ലാ പാർട്ടുമാണ്, അവരുടെ സർവീസ്, അവരുടെ വണ്ടി, അവരുടെ ക്വാളിറ്റി ഓഫ് പ്ലാസ്റ്റിക്സ് എല്ലാം. അതിനെക്കുറിച്ചൊന്ന് പറയാം. എന്തൊക്കെയാണ് അവരുടെ അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായ കാര്യങ്ങളെന്ന് പറയാം. ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഡെലിവറി ചെയ്യുന്ന പ്രോസസ്സ്, അത് നമ്മൾ ബുക്കിംഗ് രീതിക്ക് ചില സമയത്തൊക്കെ ബുക്കിംഗ് രീതിക്ക്, അതായത് ബുക്ക് ചെയ്ത ആ ഒരു ഇതിലല്ല, ഓർഡറിലല്ല പോയിരുന്നതെന്ന് എനിക്കൊരു ഇതുണ്ട്. പിന്നെ എനിക്ക് കളർ കിട്ടാനായിട്ട് കുറച്ചധികം നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ആദ്യമേ ഇറങ്ങിയ കുറേ കളേഴ്സ് എല്ലാം ഡാർക്ക് കളേഴ്സായിരുന്നു. അന്നേരം നമ്മുടെ ആദ്യമേ ജാനുവരി 12 ബുക്ക് ചെയ്ത ഓട്ടോ എക്സ്പോ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ വണ്ടി എനിക്ക് കിട്ടാൻ വേണ്ടി, കയ്യിൽ കിട്ടാൻ വേണ്ടി. സെപ്റ്റംബർ 11 വരെ ആ ഒരു ടൈം എടുത്തു. ഓക്കെ, അവരുടെ പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നമുക്ക് ആ ഒരു ഇത് എപ്പം കിട്ടും, ആ ഒരു ഇത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. ഒന്ന്, ആ സീറ്റ് ബെൽറ്റിൻ്റെ, നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ വെയിറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ആ സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് അടിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ഒരു 2-3 മിനിറ്റ്. ഓക്കെ, അന്നേരം നമ്മൾ ഒന്നെങ്കിൽ ഇപ്പം ഇതിനകത്ത് കാണാം, ഞാൻ ആ ബെൽറ്റ് അതിൽ ബക്കിൾ ചെയ്ത് വെച്ചു. മനസ്സിലായി. അന്നേരം അത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ബാൻ ചെയ്തൊരു സാധനമുണ്ട്, ചെറിയ മറ്റേ സീറ്റ് ബെൽറ്റിൻ്റെ മറ്റേ ക്ലിപ്പ് പോലത്തെ. നമ്മളതിട്ടാലേ ആ ഒരു ഇഷ്യൂ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ സീറ്റ് ബെൽറ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ശരി. പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നുകൊണ്ടിരുന്ന ടയർ, അത് പ്രോപ്പറായിട്ട് ഹൈവേയിൽ ഓടിക്കാനായിട്ട് ഉള്ള പാകത്തിനുള്ള ടയറാണ്. നമുക്ക് ആവശ്യത്തിന് ഓഫ് റോഡും കൊണ്ടുപോകാം, പക്ഷെ എന്നാലും അതൊരു ഹൈവേ സ്പെസിഫിക് ടയറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് മാറ്റി ഞാൻ ഇത് ഓൾ ടെറൈൻ ടയർ ആയിട്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തപ്പം ഒരു 8,000-9,000 8,600 ആയിരുന്നു തോന്നുന്നു ഒരു ടയർ. ശരി, ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? നെഗറ്റീവ്സ് ആണല്ലോ. വേറെ നെഗറ്റീവ്സ്, മൈലേജ് ഒക്കെ എന്നെ കിട്ടുന്നുണ്ട്? മൈലേജ് എനിക്ക് 15 മേളിൽ കിട്ടുന്നുണ്ട്, 14-15 മേളിൽ എപ്പോഴും കിട്ടുന്നുണ്ട്. അത് മിക്സഡ് കണ്ടീഷനാണ് ഞാൻ ഓടിക്കുന്നത്. ഓക്കെ. പിന്നെ ബ്രോ, എനിക്ക് ഈ സേഫ്റ്റിയെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല. ഇപ്പം ഈ ക്രാഷ് ടെസ്റ്റിംഗ് ആണെങ്കിൽ പോലും മാനിപ്പുലേറ്റഡ് ആണെന്നൊക്കെയാണ് എനിക്കറിവ്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഇല്ല. ഈ ഓഫ് റോഡ് വെഹിക്കിൾസിനുള്ള സേഫ്റ്റി എങ്ങനെ ആയിരിക്കണം? അതോ അതിന് ഈ സ്റ്റാർ റേറ്റിംഗ് വെച്ചുള്ള സേഫ്റ്റി ആയിരിക്കുമോ, അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഓൾറെഡി ഇത് മറ്റേ യൂറോ എൻ ക്യാപ്പ് ആണോ ലാറ്റിൻ എൻ ക്യാപ്പ് ആണോ എന്നറിയത്തില്ല, അതിൽ 3 സ്റ്റാറോ 4 സ്റ്റാറോ കിട്ടിയ വണ്ടിയാണിത്. അന്നേരം അത് 3 ഡോർ ആയിരുന്നു, ഇത് 5 ഡോർ ആണ്. അന്നേരം 5 ഡോർ വരുമ്പോഴത്തേന് ഇതിൻ്റെ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടില്ല, എന്താകുമെന്ന് അറിയത്തില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വണ്ടികൾ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേനും ഇച്ചിരി ഒരു സ്റ്റേഡി ഫീല്, നമുക്കൊരു ഇച്ചിരി സ്ട്രോങ് ആണെന്നുള്ള ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡോർ അടയ്ക്കുമ്പോഴാണെങ്കിലും ശരി. ഇപ്പോൾ എനിക്കൊരു ഫോക്സ് വാഗനുണ്ട്, അന്നേരം അതിൽ അടയ്ക്കുന്ന ഒരു, നമ്മൾ സാധാരണ പറയും മറ്റേ ഈ ജർമ്മൻ കാർ ഓണേഴ്സ് പറയും മറ്റേ ജർമ്മൻ തഡ് എന്ന് പറയും, അത് അത്രയില്ലെങ്കിലും ആ അടയ്ക്കുമ്പോൾ ഒക്കെ ഒരു സോളിഡ് ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും ശരി ഭയങ്കരമായിട്ട് ഹാർഡ് വെയറിങ്, അതായത് ചിലയിടത്ത് സോഫ്റ്റ് ഉണ്ട്, മറ്റേ പിടിക്കുന്നിടത്ത് സോഫ്റ്റ് ടച്ച് ഉണ്ട്, അപ്പുറത്ത് ഹാർഡ് ടച്ച് ഉള്ള സാധനങ്ങളാണ്. പക്ഷെ എന്നാലും ഹാർഡ് ടച്ച് ആണെങ്കിലും ഭയങ്കര ഹാർഡ് വെയറിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ബിൽഡ് ടു ലാസ്റ്റ് എന്നുള്ള രീതിക്ക് ഉള്ള സാധനങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ താർ എന്ന് പറഞ്ഞ വണ്ടി ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് താർ ചൂസ് ചെയ്യാതെ ബ്രോ ജിമ്നിയിലേക്ക് വന്നു? ഇതിൻ്റെ പ്രൈസിൻ്റെ പ്രശ്നമാണോ, അതോ എന്തുകൊണ്ടാണത് എടുക്കാതിരിക്കാനുള്ള കാര്യം? അത് കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പ്രൈസ്, അതായത് നമുക്കിത് ഞാനിപ്പോൾ എടുത്തപ്പോഴത്തേന് 16.89 ഓൺ റോഡ് പ്രൈസ് ആയിരുന്നു. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം മാനുവൽ വണ്ടിയാണ്, ടോപ്പ് എൻഡ് ആണ്, നമുക്ക് ആ ഒരു പ്രൈസിൽ ആ ഒരു ഇത് കിട്ടും. പിന്നെ ആൾക്കാർ പറയും എൻജിന് പവറില്ല, അതായത് ഒരു പ്രസൻസ് വണ്ടിക്ക് തീരെ കുറവാണ്, കുട്ടി വണ്ടിയാണ്, വെയിറ്റ് ഇല്ല, ഇതൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ കുറേ ഓഫ് റോഡിങ് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം അതിൽ ഞാൻ
ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കുന്നതിന് മുന്നേ കണ്ടിരുന്ന BRH എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ വീഡിയോ ആയിരുന്നു. അന്നേരം അതിൽ പുള്ളി മറ്റേ സാൻഡ് ഡ്യൂണിലാണെങ്കിലും ശരി ഹിമാലയയിലാണെങ്കിലും ശരി ഇവിടെ എല്ലാം ഈ വണ്ടി കൊണ്ടുപോയി. അതായത് വണ്ടി മേടിച്ച് പിറ്റേ ദിവസം കൊണ്ടുപോയി എന്നുള്ള രീതിക്കാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വെയിറ്റ് ഇല്ല എന്നുള്ള വെയിറ്റ് ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല, ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട്, ആ ഒരു സൈസിനനുസരിച്ച് വെയിറ്റ് ഉണ്ട്. അന്നേരം അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. പിന്നെ താറ് കൺസിഡർ ചെയ്യാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ്, എല്ലാവരും പറയുന്നത് പ്രസൻസ് ഇല്ല എന്ന്. പക്ഷേ ഞാൻ ആ ഒരു എന്താ പറയുക, നമുക്ക് എല്ലായിടത്തൂടെ ആ വണ്ടി കൊണ്ടുപോകാം എന്നുള്ളൊരു ഇത്, അതായത് ഏത് ഇടുങ്ങിയ വഴി കൂടെ ആ വണ്ടി കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതിലാണ്, കാഴ്ചപ്പാടിലാണ് ഞാൻ ആ വണ്ടി മേടിച്ചത്. ഓക്കെ ബ്രോ, ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ ജിമ്നിയുടെ എഞ്ചിന്? ഈ വണ്ടിയുടെ എൻജിൻ സാധാരണ നമ്മുടെ K15B എൻജിനാണ് ഇതിൽ വരുന്നത്. സാധാരണ നമ്മുടെ ബ്രസയിലും അതിലൊക്കെ വന്നുകൊണ്ടിരുന്ന എൻജിനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുമ്പോഴത്തേനും അത് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് എൻജിൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ വണ്ടി റിയർ വീൽ ഡ്രൈവും മറ്റേ ഷാഫ്റ്റും കാര്യങ്ങളും ഒക്കെ കറങ്ങാൻ വേണ്ടി ഈ വണ്ടിയുടെ എൻജിൻ്റെ ആ ഒരു ജോമെട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മേടിക്കുന്നതിന് മുന്നേ ഇത് വളരെ അണ്ടർ പവേർഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കുറേ റിവ്യൂലൊക്കെ വന്നായിരുന്നു. ഞാനത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വസിച്ചിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക റിവ്യൂലും മറ്റേ 100 above കയറത്തില്ല, 100 above കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക്കിനെ കുറിച്ചായിരിക്കും മിക്കവാറും പറഞ്ഞത്. ഞാൻ ഈ മാനുവൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ടോർക്ക് ആവശ്യത്തിനുണ്ട്. ഒരു 4000 RPM വരെയാണ് നല്ലൊരു എന്താ പറയുന്നത് ഒരു അതിൻ്റെ ഒരു ടോർക്ക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിലോട്ട് ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുവരെ നല്ല രീതിക്ക് നമുക്ക് ടോർക്ക് കിട്ടുന്നുണ്ട്. നോർമൽ ഫാമിലി ജിമ്നി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യ ഫുള്ള് കറങ്ങാനുള്ള വകുപ്പുണ്ട്, വേറെ ഒരു വണ്ടിയും വേണ്ട. അപ്പം ഇത് എടുക്കാതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നും ഇല്ല. എടുക്കാതിരിക്കാനായിട്ട് കാരണം സൈസാണ്. ഈ മാരുതി പൊതുവെ സേഫ്റ്റി കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോക്കുണ്ട്. ഞാൻ ടാറ്റ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ശരിക്കും ഈ സേഫ്റ്റി എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ബ്രോൻ്റെ അറിവിൽ സേഫ്റ്റി ഒരു കാറിൽ എങ്ങനെ ഇരിക്കണം എന്നാണ് ബ്രോൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ബ്രോൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യാത്തൊരു ഇതുണ്ട്. നമ്മൾ ഒരു എത്ര സേഫ്റ്റി ഉള്ള വണ്ടിയാണേലും അതിന് പുറകിലിരിക്കുന്ന ഡ്രൈവർ പുള്ളിയാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും ശരി, അതൊരു 64 അല്ലെങ്കിൽ ഒരു സെറ്റ് സ്പീഡിലാണ് നമ്മളത് ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു സെറ്റ് ആംഗിളിലും അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസിലും വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര സേഫ്റ്റി ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ആ ഒരു ഇതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെയും ആ ഒരു ഇതിൻ്റെ പിന്നെ റിലേറ്റീവ്ലി ഇപ്പോൾ ഒരു വണ്ടീനെക്കാട്ടിലും മറ്റേ വണ്ടി സേഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ പരിക്ക് പറ്റാതിരിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ആ ഒരു കൺസെപ്റ്റിലുള്ളത്. അല്ലാതെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 150 ഒരു കുഴപ്പമില്ല ഇടിക്കാമെന്നുള്ളതാണ്. അതായത് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം യൂറോ എൻ ക്യാപ്പ് ആണെങ്കിലും ശരി, ഗ്ലോബൽ എൻ ക്യാപ്പ് ആണെങ്കിലും നമ്മൾ ഇടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ്. പക്ഷേ അന്നേരം നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ പെഡസ്ട്രിയൻസ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ഈ സേഫ്റ്റി ഉണ്ടോ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ സൈസും അതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ വെയിറ്റ് ഇതെല്ലാം ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട് ഫോഴ്സും. ഓക്കെ ബ്രോ. പിന്നെ നമ്മുടെ ഏത് ഇതാണെങ്കിലും ശരി, ഏത് ആക്സിഡൻ്റ് ആണെങ്കിലും ശരി, നമ്മൾ ആ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഇമ്പാക്റ്റ് കിട്ടും. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ ഇതിനകത്ത് 6 എയർ ബാഗ് ഉണ്ട്. ഇതിൻ്റെ സേഫ്റ്റി ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 6 എയർ ബാഗ് ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റേ ABS, CBD അങ്ങനെ സാധാരണ ഇപ്പം വരുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ലായിട്ട് എനിക്ക് തോന്നുന്നു സേഫ്റ്റി തരത്തിൽ. പ്രൈസിന് ഈ കാർ വർത്താണ്. അത് നമ്മൾ ഈ ഒരു പ്രൈസിന് ഈ വണ്ടി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരായിരിക്കത്തില്ല. കാരണം ഇതിനെക്കുറിച്ച് അറിവുള്ളവർ അല്ലെങ്കിൽ ക്രേസ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഓഫ് റോഡ് പോകാനായിട്ട് ക്രേസ് ഉള്ളവർ, ഇപ്പോൾ കോട്ടയത്താണെങ്കിലും ശരി ഒരു ഓഫ് റോഡിങ് ടീം അവർ ഫുൾ ഒറ്റ ഇതിൽ ഒരുമിച്ച് ഗ്രൂപ്പ് ബൈ ചെയ്തു ഈ വണ്ടി. അന്നേരം അത് അത്രയും കേപ്പബിൾ, ഓഫ് റോഡിൽ അത്രയും കേപ്പബിൾ ആയതുകൊണ്ടാണല്ലോ ആ വണ്ടി എടുക്കുന്നത്. കാരണം നമ്മളിത് ഒരിക്കലും
ഓൺ റോഡിൽ എടുക്കാനോ നമ്മളൊരു പ്രസൻസ് കാണിക്കാനോ പിന്നെ നമ്മുടെ വണ്ടി ഇത്ര വലുതാണെന്ന് കാണിക്കാനോ ഉള്ളവർ ഒരിക്കലും ഈ വണ്ടി എടുക്കത്തില്ല. അതായത് ഈ വണ്ടിക്ക് യൂസ് ഉണ്ട്, ഈ വണ്ടി ഇവിടെയൊക്കെ കയറി പോവും എന്ന് അവർക്ക് വിശ്വാസമുള്ളവർ മാത്രമേ ഇതെടുക്കത്തുള്ളൂ. മെയിൻലി പഴയ ജിപ്സി എടുത്ത ആൾക്കാർ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ കാരണം എടുക്കുന്നവരുമുണ്ട്. ഈ ജിപ്സി ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിൽ? എനിക്ക് എന്തായാലും സ്പീഡോമീറ്റർ ഒക്കെ ഓൾമോസ്റ്റ് അത് ഏകദേശം മറ്റേ പഴയ നൊസ്റ്റാൾജിയ അത് എടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പീഡോടെ ഇതും സ്പീഡോടെയും RPM മീറ്റർ ഏകദേശം സെയിം. അതുപോലെ എനിക്കൊന്ന് ഇതിന് ഒത്തിരി ആക്സറീസ് ഓപ്ഷൻ, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഓപ്ഷൻ അത് ഷോറൂമിൽ നിന്ന് തന്നെ ഉണ്ട്. എത്ര രൂപയുടെ വരെ ചെയ്യാൻ പറ്റുമായിരിക്കും ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സ്? ഒരു 2-3 ലക്ഷം രൂപ സാധനം വരെ ചെയ്യാം. അത് നമ്മുടെ ഇതുപോലെ ഇരിക്കും, നമ്മുടെ ബഡ്ജറ്റും കപ്പാസിറ്റി അതിന് മേൽ വേണമെങ്കിൽ ചെയ്യാം. അതിന് മേൽ വേണമെങ്കിൽ ചെയ്യാം. വണ്ടിയുടെ ഒപ്പം തന്നെ അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടോ? അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, എന്തൊക്കെയാ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ലിഫ്റ്റ് ചെയ്യാം, ടെന്റ് ചെയ്യാം, പിന്നെ അതുപോലെ മേളില്. ഓക്കെ, അപ്പൊ അതിന് കുഴപ്പമൊന്നും വരത്തില്ല? ഇല്ല ഇല്ല ഇല്ല, ഉറങ്ങാം. അതായത് ഈ വണ്ടിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് വരുന്ന കുറെ പാർട്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ എവിടെയെങ്കിലും ലോങ് ഡ്രൈവ് ഒക്കെ പോവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി മതി. ഓക്കെ, മഴ നനയാതെ കിടക്കാനായിട്ട്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിലെ സീറ്റ് ആണെങ്കിലും അത് മടക്കി വെച്ചിട്ട് മറ്റേ ചെറിയൊരു ബെഡ് പോലത്തെ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സുഖമായിട്ട്. അങ്ങനെ ആരും പോയ ആൾക്കാരുണ്ടോ? ഞാൻ ഈ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ വീഡിയോസ് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ, അതായത് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ ഈ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കണ്ട് പുള്ളി അതിനകത്ത് കുക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇങ്ങനെ കിടന്നു പോകുന്ന ഒരിത്, പിന്നെ ഈ സ്പിറ്റി, അതുപോലെ തന്നെ കുറെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ പോയിട്ട് പുള്ളി ഈ വണ്ടിക്കകത്ത് തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഒരു വീടായിരുന്നു പുള്ളിയുടെ. കാരണം ഞാനും വിചാരിച്ചു ഇത്രയും സ്പേസ് അന്ന് ഞാൻ വണ്ടി കണ്ടിട്ടില്ല. ഈ വണ്ടി ഈ റിവ്യൂസ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, കുഞ്ഞു സൈസാന്ന് പറയുന്നുണ്ട്, പിന്നെ റീൽസിൽ കാണുന്നുണ്ട്. അതൊന്നും അല്ലാതെ ഈ വണ്ടിയുടെ സൈസ് ഇത്രയും ഉള്ളതിലും അതിനകത്ത് യൂസ്ഫുൾ ആണെന്നുള്ളത് ഞാൻ ഈ ഒരു ഇത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. ഓക്കെ, സോ നമ്മളിവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഇല്ല ഈ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഞാൻ ഇതുമായിട്ട് ഓൾ ഇന്ത്യ ഒക്കെ പോയാനെ. അപ്പോൾ ബ്രോ, ഈ വണ്ടിയുടെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ ടാറ്റ അല്ലാതെ വേറൊരു റിവ്യൂ ഇടുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റോ അല്ലെങ്കിൽ ലൈക്കോ എന്തെങ്കിലും തരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത വേറൊരു വണ്ടിയായിട്ട് വേറൊരു ഓണേഴ്സ് റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക് യു. ഞാൻ എന്നാലും വീഡിയോയുടെ സെൻഡ് ചെയ്യാണ്. ബൈ.